വളരെ പോസിറ്റീവ് ഒരു നോട്ടിലാണ് ഈ ചർച്ച പല കാര്യങ്ങളിലും. ഇപ്പോൾ ഇന്ന് പുടിൻ പറഞ്ഞ പ്രസ് മീറ്റിൽ പറഞ്ഞൊരു കാര്യം, കഴിഞ്ഞ പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് ഇക്കാര്യങ്ങളിൽ സംസാരമുണ്ടായതാണ്. അപ്പോൾ ഈ ചർച്ചയിൽ ട്രംപ് പറയുകയായിരുന്നു, ഞാനായിരുന്നു ഉണ്ടായിരുന്നതെങ്കിൽ ഒരുപക്ഷെ ഈ യുദ്ധം നടക്കില്ലായിരുന്നു. അത് ഏറെക്കുറെ ശരിയാണെന്ന് പുടിൻ പറയുകയും ചെയ്യുന്നു. അല്ല, തീർച്ചയായിട്ടും ഇവര് തമ്മിലൊരു കെമിസ്ട്രി ഉണ്ട്. ഈ ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അടിമുടി കച്ചവടക്കാരനാണ്. ഒരു യുദ്ധത്തിന്റെ താല്പര്യമൊന്നും ട്രംപിന് ഉണ്ടാവണമെന്നില്ല. പക്ഷെ അതേ ട്രംപ് തന്നെയാണ് ഇറാനിൽ പോയി ഇസ്രായേലിനെ പിന്തുണയ്ക്കാനായി ആണവ കേന്ദ്രങ്ങളിൽ ബോംബിങ്ങിന് തയ്യാറായത്. അതുകൊണ്ട് ഈ ട്രംപ് പറയുന്ന പോലെ അത്ര ഇതായിട്ടുള്ള ആളാണെന്നും പറയാൻ പറ്റില്ല. ട്രംപ് ഒരു കൗശലക്കാരനായിട്ടുള്ള ഒരു കച്ചവടക്കാരനാണ്. ഇപ്പോൾ ട്രംപിന്റെ ആവശ്യം എന്താണ്? ഉക്രൈൻ യുദ്ധം അവസാനിക്കണം. ഉക്രൈൻ മണ്ണിൽ ധാതു നിക്ഷേപം അതെടുക്കാനുള്ള അധികാരം കിട്ടിയിരിക്കുന്ന അമേരിക്കയ്ക്കാണ്. യുദ്ധം നിർത്താതെ ധാതു നിക്ഷേപം എടുക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് കച്ചവടക്കാരനെ സംബന്ധിച്ചിടത്തോളം കച്ചവട കണ്ണോട് കൂടിയാണ് അദ്ദേഹം കാണുന്നത്. ഒരുപക്ഷെ റഷ്യ ലക്ഷ്യം വെച്ചത് ഉക്രൈനെ പിടിച്ചടക്കുക, മറ്റേ ധാതു നിക്ഷേപങ്ങളടക്കം അവിടുത്തെ പ്രധാനപ്പെട്ടതൊക്കെ ഊറ്റിയെടുക്കുക എന്ന് തന്നെയാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും കണ്ണുവെച്ച് കാണുക. പക്ഷെ രണ്ടുപേരടിക്കുമ്പോൾ അതിനിടയിൽ കയറി തനിക്ക് നേടാനുള്ളത് റഷ്യയുമായിട്ടുള്ള യുദ്ധം അവസാനിക്കുന്നതിന് മുമ്പേ നേടിയെടുത്ത ആളാണ് ട്രംപ്. അപ്പൊ ഒരുപക്ഷെ അതിലൊക്കെ റഷ്യ ചോദിക്കായിരിക്കും, ധാതു നിക്ഷേപങ്ങളുടെ കാര്യത്തിൽ ഞങ്ങൾക്കും പങ്കാളിത്തം വേണമെന്ന് ചോദിച്ചിരിക്കുക. ഇതൊന്നും പിന്നീടാണ് പുറത്തു വരിക എന്ന് മാത്രമല്ല, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്മിത, ഈ സംഭവങ്ങളൊക്കെ നടക്കുമ്പോഴും ട്രംപിനോട് എന്തെങ്കിലും ഒരു സോഫ്റ്റ് കോർണർ ഉണ്ടായിരുന്നെങ്കിൽ ഈ നേരത്തെ പറഞ്ഞ പോലെ 100ഓളം ഡ്രോണുകൾ അയച്ച് 2 ബാലിസ്റ്റിക് മിസൈലുകൾ അയച്ച് ഞാൻ യുദ്ധം ചെയ്യാൻ ഉറച്ചു നിൽക്കുകയാണെന്നുള്ളൊരു മെസ്സേജ് റഷ്യ കൊടുക്കേണ്ട കാര്യമില്ല. ഉക്രൈനിലേക്ക് വലിയ ആക്രമണം നടത്തിയിട്ടാണ് ഇവിടെ ചർച്ചയ്ക്ക് വരുന്നത്. അപ്പൊ അത് ഒരു യുദ്ധ ഫീൽഡിൽ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കെ തന്നെയാണ്. അല്ലാതെ സമാധാനത്തിന് വേണ്ടി ഞങ്ങളിതാ നിർത്തിവെക്കുന്നു അല്ലെങ്കിൽ ഞങ്ങളൊന്ന് നിശബ്ദത പാലിക്കാം എന്ന് പുടിൻ ചിന്തിക്കുന്നില്ല. അപ്പൊ പുടിന്റെ മനസ്സും ഒരു ഫൈറ്റിംഗ് മൂഡിൽ തന്നെയാണ്. ഒരു എന്താ പറയുക, ഗ്രൗണ്ട് ഓഫ് സ്ട്രെങ്ത്തിൽ നിന്നുകൊണ്ട്, ശക്തിയിൽ നിന്നുകൊണ്ട് ഇത് നെഗോഷിയേറ്റ് ചെയ്യുക അല്ലെങ്കിൽ മധ്യസ്ഥ ടേബിളിൽ ഇരിക്കുക എന്നാണ് പുടിൻ ആഗ്രഹിച്ചത്. അതുകൊണ്ട് തന്നെയാണ് വോളഡിമിർ സെലൻസ്കി പറഞ്ഞത്, ഇവിടെ ചർച്ചയ്ക്ക് വരുന്നു, ഞങ്ങളുടെ ഇവിടെ ബോംബിട്ടുകൊണ്ടിരിക്കുകയാണ്, എന്തൊരു ആത്മാർത്ഥതയുണ്ടെന്നുള്ള ചോദ്യം ചോദിച്ചത്. അതെ, ആ വിഷയത്തിൽ ഇന്നിപ്പോൾ ട്രംപ് പറഞ്ഞ ഒരു കാര്യം കൂടെ ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു. ആ വാർത്താ സമ്മേളനത്തിൽ ട്രംപ് പറഞ്ഞ ഒരു കാര്യമുണ്ട്. ആയിരക്കണക്കിന് ജനങ്ങൾ മരിച്ചുകൊണ്ടേയിരിക്കുന്നു, കൊല്ലപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അത് ആത്മഹത്യാപരമായ നടപടിയാണ് അവിടെ നടക്കുന്നത് എന്നാണ് പുടിൻ അതിനെ പറഞ്ഞത്. അപ്പം അതായത് ഒരു തരത്തിൽ പറഞ്ഞാൽ യുക്രൈൻ സൈന്യം അത് സ്വയംകൃതാനർത്ഥം എന്നൊക്കെ പറയുന്ന രീതിയിലാണ് അവിടെ നടക്കുന്നത് എന്ന് വളരെ കൃത്യമായി തന്നെ പുടിൻ ഈ ചർച്ചയ്ക്കിടയിൽ പറഞ്ഞു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഒപ്പം തന്നെ ജെയിംസ് സർ, ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ. ഇന്ത്യ വളരെ ആകാംക്ഷയോടുകൂടി തന്നെയാണ് ഈ ചർച്ചയെ നോക്കിക്കാണുന്നത്. കാരണം നമുക്കറിയാം, ഈ എണ്ണ വാങ്ങിയതിനെ തുടർന്ന് നമുക്കുണ്ടായ ഈ 25% അധിക തീരുവയ്ക്കൊപ്പം തന്നെ 25% പിഴ കൂടി നമ്മൾ കൊടുക്കേണ്ടി വരുന്നു. 50% എന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ ഇന്ത്യ അതിന് മറ്റൊരു നടപടികളും ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ഔദ്യോഗികമായി ഉണ്ടാകുന്നില്ല. ഇന്നലെ പ്രധാനമന്ത്രി പറഞ്ഞ ഒരു കാര്യം കൂടെ അതിനോടൊപ്പം ചേർത്ത് വായിക്കണം. പല കാര്യങ്ങളിലും, ഇപ്പോൾ പാകിസ്ഥാനെ കുറിച്ച് പറയുമ്പോഴാണ് അത് പറഞ്ഞതെങ്കിൽ പോലും, ഉപരോധങ്ങളെയൊക്കെ തന്നെ അല്ലെങ്കിൽ ഈ വ്യാപാര തീരുവ യുദ്ധങ്ങളെയൊക്കെ തന്നെ നമ്മൾ സ്വാശ്രയത്വത്തിലൂടെയാണ് നമ്മൾ അതിനെ നേരിടുക എന്ന് പ്രധാനമന്ത്രി പറയുകയും ചെയ്തെങ്കിലും, ഈ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിലുള്ള പിഴ അത് ഈ ഒരു ചർച്ച പോസിറ്റീവായാൽ ഒരു പക്ഷേ അതിൽ നിന്ന് ഒഴിവാക്കാൻ കഴിയും എന്ന് നമുക്കൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ ഈ ചർച്ച തീരുമാനമാകാതെ പോകുമ്പോൾ അത് ഇന്ത്യയെ സംബന്ധിച്ച് അത് ഏത് രീതിയിലാണ് എടുക്കുക? ഇന്ത്യക്ക് എങ്ങനെയാണ് അത് ഇന്ത്യയെ ബാധിക്കുക? സ്മിത, ഇത് ഇന്ത്യക്ക് ചെറിയ തോതിൽ ആശ്വാസകരമായിട്ടുള്ള വാർത്ത തന്നെയാണ്. കാരണം ഇവര് തമ്മിലടിച്ച് പിരിഞ്ഞിരുന്നെങ്കിൽ, കരാറായില്ല എന്ന് പറയുമ്പോഴും റഷ്യയിലേക്ക് ഡൊണാൾഡ് ട്രംപിന് ക്ഷണം ലഭിച്ചിട്ടുണ്ട്. ട്രംപ് റഷ്യയിലേക്ക് പോയേക്കാം, ചർച്ച തുടർന്നേക്കാം. എന്തായാലും അതൊരു പോസിറ്റീവായിട്ടുള്ള കാര്യമുണ്ട്. പക്ഷേ ഇന്ത്യയുടെ റഷ്യൻ എണ്ണയുടെ പേര് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ മറ്റു പലതരത്തിലുള്ള അതൃപ്തിയുണ്ട്. കാരണം ഇന്ത്യ പാക് ഏറ്റുമുട്ടലിൽ പാകിസ്ഥാൻ മധ്യസ്ഥ റോള് ട്രംപിന് നൽകിയപ്പോൾ ഇന്ത്യ അതിന് തയ്യാറായില്ല. അമേരിക്ക അടക്കം ആരും മൂന്നാം കക്ഷി മധ്യസ്ഥ വഹിക്കാൻ ഉണ്ടായിട്ടില്ല എന്ന് ഇന്ത്യ തീർത്തു പറഞ്ഞു. അതില് ട്രംപിന് വലിയ രീതിയിലുള്ള വിഷമമുണ്ട്. എന്ന് മാത്രമല്ല സ്മിത, ട്രംപ് ഒരു സമാധാനത്തിന്റെ നൊബേൽ സമ്മാനം പ്രതീക്ഷിക്കുന്നുണ്ടെന്ന് വ്യക്തമാണ്. അതിൽ ഏറ്റവും ഉദാഹരണമാണ് നോർവീജിയൻ ഫിനാൻസ് മിനിസ്റ്ററെ സ്റ്റോൾട്ടൻബർഗിനെ വിളിച്ച് അദ്ദേഹം സംസാരിക്കുകയും ഈ നൊബേൽ സമ്മാനം കിട്ടാനുള്ള വഴികൾ എന്താണ് എന്നുള്ള തരത്തിൽ സംസാരിക്കുകയും ചെയ്യുന്ന മീഡിയ റിപ്പോർട്ട്സ് വന്നു കഴിഞ്ഞു.
എന്ന് മാത്രമല്ല അവര് ഈ നോർവീജിയൻ പാർലമെന്റാണ് 5 അംഗ സമിതിയെ തിരഞ്ഞെടുക്കുന്നത് ആരൊക്കെ നൊബേൽ സമ്മാനം കൊടുക്കണം. അപ്പൊ നോർവീജിയൻ ഗവൺമെന്റിന് ഇതില് സേയുണ്ട്. ഇപ്പൊ നോർവീജിയൻ ഗവൺമെന്റിനെ പോലും ഇറക്കുമതി തീരുവയുടെ പേര് പറഞ്ഞ് പ്രഷറൈസ് ചെയ്യാൻ ട്രംപ് തുടങ്ങി. ആ സമയത്താണ് ഇന്ത്യയുടെ നിലപാട് വരുന്നത്. ഏതായാലും മധ്യസ്ഥ ശ്രമം ഉണ്ടായിട്ടില്ല. ഒരു കാര്യം ഒരുപക്ഷെ ട്രംപ് പ്രതീക്ഷിച്ച് കാണും, ഇന്ത്യ ഈ ഏറ്റുമുട്ടലിൽ അമേരിക്ക വലിയ പങ്ക് വഹിച്ചു, ട്രംപ് പങ്കുവഹിച്ചു എന്ന് പറയുമെന്ന് വിചാരിച്ചു. ഒരുപക്ഷെ പാകിസ്ഥാൻ സമാധാനത്തിലുള്ള നൊബേൽ സമ്മാനത്തിന് ട്രംപിനെ മുന്നോട്ട് വെക്കുകയും ചെയ്തു, പേര് മുന്നോട്ട് വെച്ചു, ഇസ്രായേൽ മുന്നോട്ട് വെച്ചു. അപ്പൊ ട്രംപ് ഇതൊക്കെ ഞാനൊരു ഗ്ലോബൽ നെഗോഷിയേറ്റർ ആണ്, സമാധാനത്തിന്റെ ആളാണെന്നൊരു പേരും കൂടി വരുത്താൻ ശ്രമിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് തിരക്കിട്ട് അമേരിക്കയും റഷ്യയും തമ്മിലുള്ള ഈ ചർച്ചയ്ക്കും ട്രംപ് മുൻകൈ എടുക്കുന്നത്. നല്ല കാര്യമാണ്, ഇല്ലാതെ ഞാൻ പറയുന്നില്ല. അർമേനിയയും അസർബൈജാനും തമ്മിലുള്ള യുദ്ധം തീർത്തത്, അതുപോലെ തന്നെ ആഫ്രിക്കൻ രാജ്യങ്ങൾ കോങ്കോയിൽ കയറി ഇടപെട്ടത്, റുവാണ്ടയായിട്ടുള്ള കാര്യങ്ങളിലേക്കും തുടങ്ങി പല സ്ഥലത്തും ട്രംപ് ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷെ ഇസ്രായേലിന്റെ കാര്യത്തിൽ ഗസയില് ഒരുപാട് ആൾക്കാർ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ പക്ഷെ ട്രംപ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പിടിവാശിക്ക് മുന്നിൽ നിൽക്കുകയാണ്. അത് ഒരു പരിധി വിട്ട് ശ്രമിക്കുന്നില്ല. ഇതേ ട്രംപ് തന്നെ ഇറാന് എതിരെയുള്ള യുദ്ധത്തിൽ ഇസ്രായേലിനെ നിർബന്ധിച്ച്, യുദ്ധം എന്ന് പറയാൻ പറ്റില്ല, യുദ്ധം പ്രഖ്യാപിച്ചില്ല, ഏറ്റുമുട്ടലിൽ 12 ദിവസം കൊണ്ട് ഏറ്റുമുട്ടൽ അവസാനിപ്പിച്ചു. അപ്പോ ഇത് ഗസയിൽ പാവപ്പെട്ട മനുഷ്യരും സ്ത്രീകളും കുട്ടികളും ഏതാണ്ട് 60,000-ഓളം പേര് കൊല്ലപ്പെട്ടു കഴിഞ്ഞു. അതെ, അത് തന്നെയാണ് ജെയിംസ് സാർ, ഇത് തന്നെയാണ് കാരണം. ഒരു നല്ല ബിസിനസ്സുകാരനാണ്, ഒരു നല്ല കച്ചവടക്കാരനാണ് ട്രംപ് എന്ന് നമ്മൾ ആവർത്തിച്ച് പറയുമ്പോഴും അത്തരം ബിസിനസ് താല്പര്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഈ 3.5 വർഷം 4 വർഷത്തോളമായി അവിടെ വീഴുന്ന എത്രയോ ജീവനുകളാണ് അവിടെ പൊലിഞ്ഞു പോയത്. അപ്പോൾ അതിന് ഒരു അന്തിമമായിട്ടൊരു തീരുമാനമുണ്ടായാൽ, അവസാനമുണ്ടായാൽ തീർച്ചയായിട്ടും ഒരു നല്ല കാര്യമായി തന്നെ അതിനെ കാണാം എന്ന് തന്നെയാണ് കരുതുന്നത്. ലോകരാഷ്ട്രങ്ങളെല്ലാം തന്നെ ഈ ഒരു ചർച്ചയെ, അലാസ്കയിലെ ആംഗ്രേജിൽ നടന്ന ഈ ചർച്ചയെ അതുകൊണ്ട് തന്നെ വളരെ പ്രതീക്ഷയോടെ ഉറ്റുനോക്കുകയായിരുന്നു.